ഇത് കണ്ടോ. അപ്പോൾ എൻ്റെ ക്യാപ്സിക്കം ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ബജ്ജിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചട്നി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. കുറച്ച് ചട്നി നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. പുതിനയിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ, പിന്നെ കുറച്ച് പച്ചമുളകും ഉണ്ടെങ്കിൽ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് ലെമൺ ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ് ഇടുവാണെങ്കിൽ നല്ല പുതിന ചട്നി ആവും. ഇത് കണ്ടോ, അടിപൊളി, നല്ല ക്രിപ്സിയാണ്. ഇത് കണ്ടോ. ഹലോ, ഇന്നെനിക്കൊരു ഓഫ് ഡേ ആയിരുന്നേ. അപ്പം ഞാനുണ്ടല്ലോ ഒരു മുളക്, ഇത് നമ്മുടെ ക്യാപ്സിക്കം ബെൽ പെപ്പർ, ഇത് രാവിലെ ഞാൻ മുട്ടയാക്കി, പിന്നെ ബജ്ജി പോലെ മുട്ടയല്ല, മുട്ട ഗ്രേവി ഉണ്ടാക്കിയായിരുന്നു ഇതിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായക്കൊന്നുമില്ല. അന്നേരം ഞാൻ വിചാരിച്ചിട്ട് പകുതി എടുത്ത് നമുക്ക് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ക്യാപ്സിക്കം ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ക്യാപ്സിക്കം കട്ട് ചെയ്യാം കേട്ടോ. കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതില്ലേ, ഈ അരി എടുത്ത് കളയാം കേട്ടോ. കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. ഒത്തിരി പിന്നെ ഇത് വേണ്ട കേട്ടോ. കുറച്ച് ഇതുണ്ടോ, ഇത്ര മതി. ഇച്ചിരി കട്ടി ഉണ്ടായാൽ നല്ലതായിരുന്നു. ഇത് കണ്ടോ, ഇത്ര കട്ടി മതി. കണ്ടോ, എൻ്റെ കുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൾ വിൻഡോ കൂടെ എടുത്ത് ചാടിയതാണ്. അപ്പോൾ കുറച്ച് ലൈറ്റ് ഇതായ പോലെ ആയി. വേണമോ? ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത്ര മതി എനിക്കൊരാൾക്ക്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. എൻ്റെ കുക്കു ഈ വിൻഡോ കൂടെ പുറത്തിറങ്ങി കേട്ടോ. കുറേ സമയം കരയുന്നു. എനിക്ക് തോന്നുന്നു അവൾക്കുണ്ടല്ലോ പുറത്ത് പോകാനായിട്ടാണ്. തന്നെ പോകാൻ പേടി. അപ്പുറത്ത് രാക്ഷി പപ്പിയില്ല, അവളുണ്ട്. ലോക്കാണ്, എന്നാലും അവൾക്കൊരു പേടി. അപ്പം എന്നെ വിളിക്കാൻ വരുന്നവർ 2 പ്രാവശ്യമായിട്ട് കയറുന്നു. ശരി, പോട്ടെ. പിന്നെ ഉണ്ടല്ലോ, ഇത് ഈ ബൗളിലേക്ക് ഞാൻ നമ്മുടെ കടല പൗഡർ ഇടാം കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഞാനൊരു വലിയ സ്പൂണാണ് കേട്ടോ. അതിനൊരു 2-3 സ്പൂൺ മതി. ഇതുണ്ടോ, ഒരു 4 സ്പൂണ് വേണ്ടി വരും. അതൊന്ന് മിക്സ് ആവാനായിട്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഇത് തന്നെ ഇട്ടങ്ങ് ഉണ്ടാക്കിയാലും ആകും. ഇത് കണ്ടോ, ഒരു 4-5 സ്പൂൺ. അപ്പം ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊരു അരി പൗഡറും കൂടി ഇടണേ. അപ്പം നമുക്ക് 1 സ്പൂൺ അരി പൗഡർ ഇടാം കേട്ടോ. ഇതുണ്ടോ, അതെന്നറിയാം, നല്ല ക്രിപ്സി ആയിരിക്കാൻ വേണ്ടിയാണേ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചില്ലി പൗഡർ, ഒരു കളറിന് വേണ്ടി കേട്ടോ, ഒരു 1/2 സ്പൂൺ മതി. കുറച്ച് ഉപ്പിടണേ, ആവശ്യത്തിന് ഉപ്പ് നോക്കി ഇടാവുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടുള്ളൂ. നമുക്ക് മിക്സ് ചെയ്തിട്ടിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ പിന്നെ പൗഡർ ഇടുന്നത്. നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഉള്ള നമുക്ക് കുറച്ച് ഒരു പിഞ്ച് ഓഫ് സോഡ ഇടാം കേട്ടോ. നല്ലപോലെ നമുക്ക് പൊങ്ങി വരും. കുറച്ചുകൊണ്ട് വെള്ളം ഒഴിക്കണം. കണ്ടോ, ഇതുപോലെ ലൂസായിട്ട് വരണം കേട്ടോ. നമ്മൾ സാധാരണ ബജ്ജി ഉണ്ടാക്കുന്ന പോലെ തന്നെ, മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഇത്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളേ. എന്നാലും മുങ്ങിക്കെടുക്കണം. ഇത്ര മതി. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ചൂടാകുമ്പോഴേ ചെറിയ കുറച്ചില്ലേ ഇങ്ങനത്തെ കുറച്ച് ഇത് കണ്ടോ, ഇതിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ചൂടായോ എന്ന്. ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കുണ്ടല്ലോ ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഇതുകൊണ്ട് ഇരിക്കട്ടെ. ഇതിന് ഓരോന്ന് നമുക്ക് ഇത് കണ്ടോ, ഓരോന്ന് നമുക്ക് മുക്കി ഇതാണ്. ഇതുണ്ടോ, ഇതുപോലെ ഇടണം. കുറച്ച് നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് വെക്കണേ. ഒരു 3-4 എടുത്തിടാം നമുക്ക്. ഇത് കണ്ടോ,
ഇത് കൂട്ടുകാരായ സയാമീസ് ഇരട്ടകളെ പോലെയായി നമുക്ക് തിരിച്ചിടാം. ഈ കുറച്ച് വെക്കണേ, എന്നാലേ വിട്ടു വരുള്ളൂ. ഇത് കണ്ടോ, രണ്ടെണ്ണം ആയിട്ടുണ്ടേ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി ആകട്ടെ. അപ്പം നമുക്ക് അടുത്തും കൂടി ഇടാം കേട്ടോ. ഇനി ഞാൻ 2-3 എണ്ണം ഒരുമിച്ച് ഇടുന്നില്ല. എന്നറിയാമോ, അവരും കൂട്ടുകാരെ പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കും. പിന്നെ എടുക്കാൻ എനിക്ക് കഷ്ടമാണ്. 3 എണ്ണം മതി. കണ്ടോ, അടുത്തതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതും റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട്. ഇനി ഒരു 3 എണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഉണ്ടാക്കാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് 2 പേർക്ക് കഴിക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞു. ഒരു ചെറുത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഞങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഈ ബാക്കി വരത്തില്ല. ഇതുണ്ടോ, ഈ പൊടി, ഈ പൗഡർ മീൻസ് ഈ ബാറ്റർ ഇല്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഇടും. അപ്പോൾ അതൊരു ബജി പോലെയാകും. അത് കളയില്ല. ഇതാണ്. അങ്ങനെ എൻ്റെ ക്യാപ്സിക്കം ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കേട്ടോ, ഇത് നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ടുണ്ട്, നല്ല ക്രിപ്സി ആയിട്ടുള്ളേ. ഞാൻ പറഞ്ഞാൽ തിന്ന് കാണിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പോലെ പൊട്ടിച്ച് കാണിക്കാം. ഇത് കണ്ടോ, ഇത് നല്ല രുചിയാണ്. ഇതിൻ്റെ കൂടെ നമ്മളിവിടെയൊക്കെ എന്തെന്നറിയോ, പുതിന, മല്ലിയില, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് ലെമൺ, ഇത്ര ഇട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ട് അവരെന്നറിയാവോ, നല്ലപോലെ എണ്ണയിൽ കുറച്ച് മേലെ മാത്രം കട്ടിയിട്ട് നല്ലപോലെ എണ്ണയിൽ ഇങ്ങനെ പിന്നെ ഫ്രൈ ചെയ്യും. ഫ്രൈ എന്ന് പറഞ്ഞാൽ കുറച്ച് മീഡിയം. എന്നിട്ട് അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടാണ് അതിനകത്ത് മല്ലിയില, പിന്നെ കുറച്ച് ഉള്ളി, പച്ചമുളക്, കുറച്ച് ലെമൺ, കൊത്തി മല്ലി ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തരും. അങ്ങനെയിട്ട് അവർ ബജ്ജി ഉണ്ടാകും. അങ്ങനെ ആക്കിയിട്ട് അവർ ബജ്ജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ അങ്ങനെയേ ഉണ്ടാവും. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ ക്യാപ്സിക്കം ബജ്ജി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.